السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون عدد ما في علم الله صلاة دائمة بدوام ملك الله. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. വളരെയേറെ സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മധുര മനോഹരമായ ഇഷ്കിൻ്റെ സംഗമത്തിൽ സന്നിഹിതരായ സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, ഈ പരിപാടിയുടെ സംഘാടകരായി ഈ മനോഹരമായ രാത്രിയിൽ മദീനയെ കിനാവ് കാണുന്ന ഈ വിശുദ്ധമായ സംഗമത്തിലേക്ക് കടന്നു വരാൻ കാരണക്കാരായ അബുദാബി ഹാദിയയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഈ വിശുദ്ധമായ സംഗമത്തിൽ സന്നിഹിതരായ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെയും അബുദാബി സുന്നി സെൻറ്ററിൻ്റെയും KMCCയുടെയും SKSSFൻ്റെയും മറ്റു സാമൂഹിക കൂട്ടായ്മകളുടെയും ഒക്കെ ഭാരവാഹികളായ അതിൻ്റെ പ്രവർത്തകരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യം വിരുന്നുവന്ന സുവർണകാലത്തിന് 1500 ആണ്ടുകൾ തികയുകയാണ്. ലോക ജനതക്ക് കരുണയായി, കരുണയുടെ അരുണോദയമായി അള്ളാഹു സമ്മാനിച്ച ആ മഹത്തായ അനുഗ്രഹം ഈ ഭൂമിയിൽ തിരുപ്പിറവിയെടുത്തിട്ട് 1.5 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു കിടക്കുകയാണ്. കാലാതിവർത്തിയായ ആ പ്രകാശം ഇന്നും ജനകോടികളുടെ മനസ്സിൽ ആത്മീയ പ്രസരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രമേൽ പ്രകീർത്തിച്ചിട്ടും അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തിയിട്ടും മതിയാവാതെ മനുഷ്യകുലം പിന്നെയും പിന്നെയും ആ തിരുദൂതരുടെ മഹത്വങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ സ്മരണ നാം ഉയർത്തി വച്ചിരിക്കുന്നു എന്ന പരിശുദ്ധമായ ഖുർആന്റെ വചനം ലോകം പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ആ മരിക്കാത്ത സ്നേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്രശിരസ്കരായി ഒരല്പനിമിഷം മദീനയിലേക്ക് മനസ്സുകൊണ്ടൊരു തീർത്ഥാടനം നടത്താൻ നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നു. ഈ ഭൂമിക്ക് മുകളിൽ നമുക്ക് സംഗമിക്കാൻ കഴിയുന്ന സദസ്സുകളുടെ കൂട്ടത്തിലെ ഏറ്റവും മനോഹരമായതാണിത് എന്ന് നമുക്കാർക്കും സംശയമില്ല. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു നൽകിയ നാമം തന്നെ മുഹമ്മദ് എന്നതാണ്. അതെപ്പോഴും സ്തുതിക്കപ്പെടേണ്ടതാണ്, ഏതു കാലത്തും വാഴ്ത്തപ്പെടേണ്ടവരാണ്. ആ മഹത്തായ അവസാനിക്കാത്ത അന്ത്യമില്ലാത്ത സ്തുതിയുടെ വാഴ്ത്തുപാട്ടുകൾക്ക് വേണ്ടിയാണ് ഈ സംഗമം പോലും. പറഞ്ഞാൽ തീരാത്ത നന്മകളുടെ മഹാപ്രവാഹം നമ്മുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് ഒരു ഇഷ്കിൻ്റെ തേന്മഴയായി പെയ്തിറങ്ങുകയാണ്. നേരത്തെ നമ്മൾ ആമുഖ പ്രഭാഷണത്തിലും മറ്റു പ്രസംഗങ്ങളിലുമൊക്കെ മനസ്സിലാക്കിയ പോലെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ സംഘാടകർ അബുദാബി ഹാദിയയാണ്. ദാറുൽ ഹുദ എന്ന മഹത്തായ സംവിധാനത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഹാദിയ. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യക്കകത്തും പുറത്തും വിശുദ്ധമായ ദീനിൻ്റെ പ്രസരണത്തിൽ നിരതരാണ് ഹുദവി പണ്ഡിതന്മാർ. ഹാദിയയുടെ നാനോന്മുഖമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ആ പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങളുടെയും അകമഴിഞ്ഞ സഹായമുണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ അപദാനങ്ങളുടെ നദിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ മോണിറ്ററിൻ്റെ വോളിയം കൂട്ടാൻ പറ്റും? മോണിറ്ററിൻ്റെ വോളിയം ഒന്ന് കൂട്ടി. എന്തിനു വേണ്ടിയാണ് ഈ സംഗമം? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഓർമ്മകളെ എന്തിനാണ് ലോകം പിന്നെയും സജീവമാക്കേണ്ടത്? സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നമ്മൾ ഒരുപാട് കാലം ജീവിക്കുമെന്ന് നമ്മൾ ആർക്കും കരാർ ചെയ്തിട്ടില്ല. ഒരു കാലത്ത് നമ്മൾ ഞെട്ടറ്റ് വീഴുമ്പോൾ ഒരു പിടിവള്ളി നമുക്ക് വേണം. ഈ ലോകത്ത് നിന്ന് നാം യാത്ര പുറപ്പെടുമ്പോൾ നാളെ ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാം കടന്നുവന്ന് നമ്മുടെ വാതിലിൽ മുട്ടുമ്പോൾ നമ്മെ കൈപിടിക്കാൻ ഒരാൾ വേണം. ഖബറിൻ്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ നമുക്ക് പ്രകാശമായി സുഗന്ധമായി അവതരിക്കാൻ ഒരാൾ വേണം. അന്ത്യനാളിൻ്റെ ഏകാന്തതയിലും ഭീകരതയിലും നമുക്ക് തണൽ വിരിക്കാൻ ഒരു രക്ഷകൻ വേണം. സിറാത്ത് പാലത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ കൈപിടിക്കാൻ ഒരാൾ വേണം. मैं तेरे हुस्नो बया के सदके मैं तेरी मीठी जुबान के सदके. ഈ പറയുന്നത് പോലും ഈ കേൾക്കുന്നത് പോലും അങ്ങയുടെ ഔദാര്യമല്ലോ യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. मैं तेरे हुस्नो बया के सदके मैं तेरी मीठी जुबान के सदके जो नूर बन कर दिलों में उतरे जो नूर बन कर दिलों में उतरे है कितना दिलकश खिताब तेरा. 1000 സൂര്യന്റെ പ്രകാശവുമായി 1000 ചന്ദ്രന്റെ ചാന്ദ്രിക ഭാവവുമായി 1000 പൂക്കളുടെ പ്രകാശവുമായി ഞങ്ങളുടെ കൽബിൽ കൂടുകൂട്ടിയ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയെ ഈ കണ്ണുകളെ കൊണ്ടൊന്ന് കാണണം. ഈ ഹൃദയത്തിൻ്റെ കണ്ണുകളെ കൊണ്ട് അങ്ങയെ ഒന്ന് കാണാൻ കഴിയണം. ആ പരിശുദ്ധമായ മദീനയിലേക്ക് ഒരു ഹൃദയ സഞ്ചാരം നടത്താൻ കഴിയണം. قلبي في المدينة وجد السكينة قال يا نبينا السلام عليك. قلبي في المدينة وجد السكينة
قال يا نبينا السلام عليك. ശരീരം എത്ര അകലെയാണെങ്കിലും ഖൽബ് മദീനയിലാവണം. ആത്മാവ് പരിശുദ്ധമായ മദീനയിലൂടെ തീർത്ഥ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കണം. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീനയുടെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് പറഞ്ഞ പോലെ, നബിയെ, ഒരുപാട് കാലങ്ങളായി ഈ വിശുദ്ധമായ മണ്ണിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധമായ നാട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് അകലെയാണ് ജീവിച്ചത്. പക്ഷേ എൻ്റെ ആത്മാവ് എപ്പോഴും ഈ വിശുദ്ധ ഭൂമിയിൽ ഉണ്ടായിരുന്നു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ മനുഷ്യൻ വിശുദ്ധമായ മദീനത്ത് വന്നൊരു സലാം പറഞ്ഞപ്പോ പരിശുദ്ധമായ റൗളയിൽ നിന്ന് വഅലൈക്കുമുസ്സലാം യാ വലദി, എൻ്റെ പൊന്നുമോനിങ് കടന്നു വന്നു. എത്ര കാലമായി നിന്റെ ആഗമനത്തിന് ഞാൻ കാത്തിരിക്കുന്നു. നിനക്ക് അല്ലാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് വിശുദ്ധമായ മദീനയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാമുന റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഖൽബ് കൊണ്ടൊരു സഞ്ചാരം ആ മദീനയിലേക്ക് നടത്താൻ കഴിയണം. ഖദം ബാഹർ മദീന സേ തസൗർ മേ മദീന ഹേ, ഖദം ബാഹർ മദീന സേ തസൗർ മേ മദീന ഹേ, ഇലാഹി യാ ഇലാഹി അസ്മതോं की इंतहा देखो, इलाही या इलाही अज़मतों की इंतहा देखो, तमन्ना मुद्दतों से है तमन्ना मुद्दतों से है जमाले मुस्तफा देखो, इमामे अंबिया देखो, हबीबे किबरिया देखो. ഓർമ്മ വെച്ച കാലം മുതൽ ഈ മനസ്സിന്റെ അടിത്തട്ടിൽ കൂടുകൂട്ടിയ ആഗ്രഹമാണ് ആ പരിശുദ്ധമായ മദീനയിൽ ഒന്ന് കടന്നു ചെല്ലുക എന്നുള്ളത്. ആ വിശുദ്ധമായ മണ്ണിലൂടെ കാൽ ചവിട്ടി നടന്നു പോകുന്ന ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളാവേ, അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളാവേ, കരയുന്ന കൽബാലെ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളാവേ, കരയുന്ന കൽബാലെ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്കു മനം വരില്ല, ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഈ ഉമ്മത്തിൽ ഒരാൾക്ക് പ്രയാസമാകുമെന്ന് കരുതി വിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ പോലും മാറ്റിവെച്ചവരാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് നിർബന്ധമാണെന്ന് പ്രഖ്യാപനം നടത്തിയപ്പോ ഒരു സ്വഹാബി എണീറ്റ് നിന്ന് ചോദിക്കുകയാണ്, നബിയെ, എല്ലാ കൊല്ലവും നിർബന്ധമുണ്ടോ? നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. ആ സ്വഹാബി പിന്നെയും ചോദിക്കുകയാണ്, എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമുണ്ടോ? നബി തങ്ങൾ മൗനം അവലംബിക്കുകയാണ്. മൂന്നാം തവണയും ചോദ്യം ആവർത്തിക്കുകയാണ്. ഹബീബായ മുത്ത് നബി തങ്ങൾ മറുപടി കൊടുത്തില്ല. അവിടുത്തെ പ്രഭാഷണം കഴിഞ്ഞ് ആ ചോദിച്ച സ്വഹാബിയെ നബി തങ്ങൾ അന്വേഷിച്ചു. അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ ഖുൽതു നഅം ലവജബത്. ഞാൻ നഅം എന്ന മൂന്നക്ഷരം പറഞ്ഞിരുന്നെങ്കിൽ
അത് വിശുദ്ധമായ ശരീഅത്തിന്റെ ഭാഗമാകുമായിരുന്നു. അന്ത്യനാൾ വരെയുള്ള വിശ്വാസികൾക്ക് അത് നിർബന്ധമായ ഒരു ബാധ്യതയാകുമായിരുന്നു. ഒന്ന് ഓർത്തു നോക്കുക, നമ്മൾ എല്ലാ കൊല്ലവും ഹജ്ജ് നിർബന്ധമായുള്ള സാഹചര്യം എന്തായിരിക്കും? പക്ഷേ അത് മുൻകൂട്ടി കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമുദായത്തിലെ അവസാനം കടന്നു വരുന്ന ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്നത് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമായിരുന്നു. എല്ലാ നിസ്കാരത്തിൻ്റെ നേരത്തും മിസ്വാക്ക് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്കത് പ്രയാസമാകുമെന്ന് കരുതി ഞാനത് മാറ്റിവെക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. ഇതാ നിങ്ങളിൽ നിന്നൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. ആ പ്രവാചകന്റെ സവിശേഷത, നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ അത് ആ പ്രവാചകർക്കും പ്രയാസമാണ്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രാജാതിരാജനായ റബ്ബ് തആല അങ്ങയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഈ ഉമ്മത്തിനൊരു പ്രയാസം വരുന്നത് അങ്ങേക്ക് പ്രയാസമാണെന്നാണ്. ആ വാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നരകത്തിൽ കടക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് പ്രയാസമുള്ള മറ്റൊരനുഭവവുമില്ല. ആ അനുഭവത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ കൈപിടിക്കുമോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവൻ എന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല, അർഹതയേതുമില്ല. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്കു മനം വരില്ല. ഉമ്മത്തിൽ ഒരുവൻ എന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല, അർഹതയേതുമില്ല. ഒരു വക്ത് നമസ്കാരം പോലും ഞങ്ങൾക്ക് എടുത്തു കാണിക്കാനില്ല. ഒരു നേരത്തെ നോമ്പ് പോലും ഞങ്ങൾക്ക് പറയാൻ മാത്രമില്ല. ഞങ്ങൾക്കാകെയുള്ള സമ്പാദ്യം അങ്ങയുടെ ഉമ്മത്തിലൊരാളായി പിറന്നു എന്ന സൗഭാഗ്യം മാത്രമാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാരും എന്നെ ഇനി വേണ്ടെന്നു വിധിച്ചാലും അങ്ങനെ കൈവിടല്ല. എല്ലാരും എന്നെ ഇനി വേണ്ടെന്നു വിധിച്ചാലും അങ്ങനെ കൈവിടല്ല. എല്ലാരും എനിക്ക് അങ്ങല്ലാതെ തുണക്ക്. ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്, ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലണേ സ്വല്ലല്ലാഹു. നല്ല ശബ്ദത്തിലൊന്ന് ചൊല്ലൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ കാരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ആലമീൻ ത്വാഹ ചൊരിയണം ഞങ്ങളിൽ റാഹ സ്വല്ലല്ലാഹു. ആ മദീനയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ ഒന്ന് തെളിഞ്ഞു വന്നോട്ടെ. നബിയേ മുഹമ്മദ് നബിയേ, നബിമാരിലുള്ള തണിയേ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ശഫാഅത്തല്ലാതെ
ഞങ്ങളിലില്ല ഹബീബേ സ്വല്ലല്ലാഹു മുഹമ്മദ് അലൈഹി വസല്ലം. നിരനിരയായി കമാനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മദീനത്തെ കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ആ കെട്ടിടങ്ങൾ തുറക്കുന്നത് പരിശുദ്ധമായ മദീനത്തെ തെരുവിലേക്കാണ്. ആ തെരുവിലൂടെ നഗ്നപാതനായി ഒരിക്കൽ നടന്നു പോവണം അങ്ങകലെ. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഘനഗംഭീരമായ മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങൾ നോക്കി നോക്കി സ്വലാത്തിന്റെ മന്ത്രണങ്ങൾ ഉരുവിട്ട് ആ വിശുദ്ധമായ പുണ്യഗേഹത്തിന്റെ തിരുമുറ്റത്തേക്ക് കാലെടുത്തു വെക്കണം. മൊത്തം നടന്നോട്ടെ നബി പോയ വഴിയേ, മൊത്തം നടന്നോട്ടെ നബി പോയ വഴിയേ, മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ, തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് गिर रहा हूँ मुझे भी संभालो, अपने प्यारे नवासों का सदका या नबी मेरे झोली में डालो. മുത്തം കൊടുത്തോട്ട് ഈ മുറ്റം നിറയെ, മുത്തേ കെടുത്താത്ത നൂറെന്നിൽ തരുമോ, മൊത്തം നടന്നോട്ടെ നബി പോയ വഴിയേ, മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ. യാ നബി മുझे पे भी एक निगाह करम तुझको भेजा गया है करम के लिए, या नबी मुझ पे भी एक निगाह करम मुझ तुझको भेजा गया है करम के लिए. सरवरे अंबिया ताजदारे हरम तुझको भेजा गया है करम के लिए, या नबी मुझ पे भी एक निगाह करम तुझको भेजा गया है करम के लिए. അങ്ങേ പടച്ചവൻ നിയോഗിച്ചതുപോലും ഈ കാരുണ്യത്തിന്റെ സമ്പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. മഹാനായ അഹ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി റഹിമഹുല്ലാ അങ്ങേ വർണ്ണിച്ചത് ജാനേ റഹ്മത്ത്, കാരുണ്യത്തിന്റെ ജീവൻ. കാരുണ്യത്തിൻ്റെ ജീവൻ 1000 തവണ അടിവരയിട്ടുകൊണ്ട് കടന്നു പോകേണ്ട ഒരു പദപ്രയോഗം. കാരുണ്യത്തിൻ്റെ ജീവനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തിരുപ്രവാചകരുടെ മേൽ ലക്ഷോപലക്ഷം സലാം. ശബ്ബേ അസ്റാ കേ ദുൽഹാ പേ ദായിം ദുരൂദ്, शबे असरा के दुल्हा पे दाइम दुरूद, नौशे बज़ में जन्नत पे लाखों सलाम. നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു നോക്കൂ, ഈ പ്രവാചകരുടെ മഹത്വം എന്താണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരും പറയണ്ട, വേറെ ആരോടും ചോദിക്കണ്ട. മലക്കുകളുടെ നേതാവായ മലക്കൂത്തിയായ ലോകത്തെ രാജാളി പക്ഷിയായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നിങ്ങൾ ചോദിക്കൂ ഈ പ്രവാചകരുടെ മഹത്വം എന്താണ് എന്ന്. സിദ്റാ സെ ഭി ആഗെ കോൻ ഗയാ, ജിബ്രീൽ അമീ സെ പൂछो, मेराज के दुल्हा कौन बना, जिब्रील अमी से पूछो. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയും, അന്ന് മിഅ്റാജിന്റെ രാത്രിയിൽ പുതുമണവാളനായി അള്ളാഹു അനുഗ്രഹിച്ച് എനിക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ലോകങ്ങളിലേക്ക് കടന്നുപോയ എൻ്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂർ സേ നൂർ മിൽനെ ചലാ ഹേ, नूर से नूर मिलने चला है, मुस्तफ़ा से खुदा कह रहा है,
ये है मेराज के रात प्यारे, ये है मेराज के रात प्यारे, अपने चेहरे से पुर्दा हटा लो. ആ സ്വർഗീയ ലോകത്ത് മുത്തുപ്പവിട വൈഡൂര്യ മരതക ഗോമേതക പുഷ്യരാഗങ്ങൾ പൊഴിഞ്ഞു കിടക്കുന്ന സ്വർഗത്തിന്റെ മനോഹരമായ വഴിത്താരകളിലൂടെ മുത്തുനബി തങ്ങൾ കടന്നുപോയപ്പോൾ അള്ളാഹു വിളിച്ചു പറയുകയാണ്, നബിയേ, ആ മനോഹരമായ ചാന്ദ്രിക ഭാവമുള്ള മുഖകമലത്തിൽ നിന്ന്, ആ പരിശുദ്ധമായ തിരുമുഖത്തു നിന്ന് ആ മൂടുപടമൊന്നെടുത്തു മാറ്റൂ നബിയേ. സ്വർഗത്തിലെ കന്യകമാര് അപ്സരസ്സുകൾ അങ്ങയെ കണ്ണിറയെ മനസ്സു നിറയെ ഒന്നു കണ്ടോട്ടെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂർ സേ നൂർ മിൽനെ ചലാ ഹേ, മുസ്തഫാ സേ ഖുദാ കഹ രഹാ ഹേ, ये है मेराज के रात प्यारे, अपने चेहरे से पुर्दा हटा लो. ഇത്രമേൽ സ്നേഹിക്കപ്പെട്ട, ഇത്രമേൽ രേഖപ്പെടുത്തപ്പെട്ട മറ്റേതും മനുഷ്യ ജീവിതമാണ് ഈ ഭൂമിയിലൂടെ കടന്നുപോയിട്ടുള്ളത്. 1500 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവാണോ? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ, നമ്മുടെ കൂടെ ജീവിച്ച ഒരാൾ മരണപ്പെട്ടു പോയിട്ട് 25 വർഷം കഴിഞ്ഞെന്ന് വിചാരിക്കുക. ആ മനുഷ്യന്റെ പഴയകാലത്തെ ഓർമ്മകളെ ഒന്ന് പൊടിതട്ടിയെടുക്കാൻ നമ്മോട് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാനുണ്ടാകും? വളരെ വളരെ ചുരുങ്ങിയ വാക്കുകൾ. നമ്മുടെ നാടുകളിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളുണ്ട്. ആ കബറിൽ കിടക്കുന്നത് ആരാണ്? ഉത്തരമില്ല. അവരുടെ സവിശേഷതകൾ എന്താണ്? പറയാൻ കഴിയുന്ന ഒരാൾ പോലും ഈ ഭൂമിയുടെ മുകളിൽ ഉണ്ടാവില്ല. ഒരു 50 വർഷങ്ങൾക്കപ്പുറം മനുഷ്യന്മാർ ആരുടെയും ചരിത്രങ്ങൾ ഓർമ്മിച്ചു വെക്കുന്നില്ല. കാലം കഴിയും തോറും അവരുടെ ഓർമ്മകളും കാലപ്രവാഹത്തിൽ നിഷ്ക്രമിക്കുകയാണ്. എന്നാൽ ഇത് 1500 വർഷങ്ങൾ കഴിഞ്ഞു, ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് അങ്ങയെ കണ്ടിട്ടില്ല. ഈ കാതുകളെ കൊണ്ട് അങ്ങയുടെ മനോഹരമായ സ്വരമാധുരി കേൾക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങയുടെ കൈപിടിച്ചുകൊണ്ട് നടന്നുപോയ സ്വഹാബിമാരിൽ ഒരാളായി പിറക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഈ ഹൃദയാന്തരാളങ്ങളിൽ 1000 പൂക്കളുടെ സുഗന്ധത്തോടെ അങ്ങുണ്ട് യാ റസൂലല്ലാഹ്. हमने माना कि जन्नत बहुत है हसी, हमने माना कि जन्नत बहुत है हसी, छोड़ कर हम मदीना न जाए कहीं, यूं तो जन्नत में सब है मदीना नहीं, यूं तो जन्नत में सब है मदीना नहीं, और जन्नत मदीने में मौजूद है, हमने आंखों से देखा नहीं है मगर, हमने आंखों से देखा नहीं है मगर, उनकी तस्वीर सीने में मौजूद है. കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ അലാ ഹസ്രത്ത് എന്ന് ബഹുമാനത്തോടുകൂടി വിളിച്ച മഹാനായ അഹമ്മദ് റസാ ഖാൻ സ്വന്തത്തെ വിശേഷിപ്പിച്ചത് കൽബുൽ മുസ്തഫ എന്നാണ്. പരിശുദ്ധമായ മദീനത്തെ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു നായയായി പിറക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്, അത് സ്വർഗത്തേക്കാൾ മനോഹരമാണ് എന്ന്. സ്വർഗമാണ് ഖൈറെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ, ജന്നത്താണ് സൂറൂർ എന്നറിയാം എങ്കിലും എൻ്റെ മോഹം മദീനയാണേ, സ്വർഗമാണ് ഖൈറെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ, ജന്നത്താണ് സൂറൂർ എന്നറിയാം എങ്കിലും എൻ്റെ മോഹം മദീനയാണേ. അത്രമേൽ മനസ്സിൽ കുടിയിരിക്കുന്ന മറ്റേതു നഗരമുണ്ട്? അത്രമേൽ സ്നേഹിക്കപ്പെട്ട മറ്റേതു നാടുണ്ട്?
അത്രമേൽ വിശ്വാസികളുടെ മനസാന്തരങ്ങളിൽ സ്വാധീനം ചെലുത്തിയ മറ്റേതു ഭൂമികയുണ്ട്? ഒറ്റ ഒരു പ്രത്യേകത മാത്രം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കത്ത് നിന്ന് യാത്ര ചെയ്തു വരാൻ തിരഞ്ഞെടുത്തത് ആ ഭൂമിയാണ് എന്നതു മാത്രം. അതിൻ്റെ മുമ്പ് ആ നാടിൻ്റെ പേര് യസ്രിബ് എന്നാണ്. ആ പേര് പോലും ജനങ്ങൾ മറന്നു പോകുമാർ. ആ നാടിൻ്റെ പേര് പിന്നെ മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന എന്ന് പറഞ്ഞ പട്ടണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ലോകത്തുള്ള ഏത് പട്ടണത്തിനത് പറയാം. പക്ഷേ മറ്റൊന്നിനോടും ചേർക്കാതെ മദീന എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപടി ഒന്ന് മാത്രമേ ഉള്ളൂ. ഓ ഷഹ്റേ മുഹബ്ബത്ത് ജഹാ മുസ്തഫാ ഹേ വഹി ഘർ ബനാനെ കോ ദിൽ ചാഹതാ ഹേ. ബഖീഇന്റെ മണ്ണേ വിളിക്കാമോ എന്നെ, പകൽ രാവിലെല്ലാം കൊതിക്കുന്നു നിന്നെ. ബുക്കാഅൻ ശദീദൻ തളർത്തുന്നു എന്നെ, ഫളലില്ല കണ്ണേ ഫക്കീറാണ് പൊന്നേ. പ്രകാശപ്രഭുവിൻ അരികത്തു തന്നെ പ്രഭാതം പ്രദോഷം കിടക്കാലോ പിന്നെ. പ്രവാചകൻ്റെ ഉള്ളിൽ പ്രവേശിച്ച നിന്നെ പ്രണയിച്ചു നീയോ ഒഴിവാക്കിയെന്നെ. ഓ ഷഹ്റേ മുഹബ്ബത്ത് ജഹാ മുസ്തഫാ ഹേ വഹി ഘർ ബനാനെ കോ ദിൽ ചാഹതാ ഹേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്നത് മുതൽ മദീന ഒരിക്കലും വിജനമായിട്ടില്ല. മദീന ഒരിക്കൽ പോലും ഉറങ്ങിയിട്ടില്ല. മദീന ഒരിക്കലും നിശ്ചലമായിട്ടില്ല. മറ്റൊരു പ്രവാചകനും ആ പ്രത്യേകത അവകാശപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ 1,00,000-ലേറെ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവരിൽ വിരലിലെണ്ണാവുന്ന ആളുകളല്ലാത്തവർ മുഴുവനും ഈ ഭൂമിയിലാണ് ഖബറടക്കപ്പെട്ടിരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ സക്കരിയ നബിയും യഹ്യാ നബിയും അടക്കമുള്ളവർ ഈ ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിലാണ് അവർ ഖബറടക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ ഖബറുകളുടെ അടയാളങ്ങൾ അല്ലാഹു മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. ചില പ്രവാചകന്മാരുടെ ഖബർ ഇന്ന സ്ഥലങ്ങളിലാണ് എന്ന് സാധാരണയായി പറയാറുണ്ടെങ്കിലും അതൊന്നും ഖണ്ഡിതമായ അഭിപ്രായങ്ങളല്ല. പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുള്ള കാര്യമാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ഖബറിൻ്റെ അടയാളങ്ങളെ അള്ളാഹു മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതാ പ്രവാചകന്റെ ഖബറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയപ്പെടുന്നു എന്നേ പറയാൻ കഴിയൂ. അതിന് മഹത്വമില്ല എന്നല്ല പറയുന്നത്. പക്ഷേ മദീനയിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ട് എന്നതാണ് ആ മദീനയുടെ പ്രത്യേകത. അതുമാത്രമാണ് മേരി ഉൽഫത്ത് മദീനെ സേ യൂഹി നഹീ മേരെ ആകാ കാ റോസാ മദീനെ में है मेरे आका का रोज़ा मदीने में है. मेरी उल्फत मदीने से यूं ही नहीं मेरे आका का रोज़ा मदीने में है मेरे आका का रोज़ा मदीने में है. ആ മദീനയിലേക്ക് ഞാൻ നിങ്ങളുടെ ഓർമ്മകളെ കൊണ്ടുപോവുകയാണ്. ഇന്ന് കാണുന്ന മനോഹരമായ അമ്പരചുംബികളായ കെട്ടിടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മദീന എന്ന മഹാനഗരത്തിലേക്കല്ല. ഉഹുദ് മലയുടെ മടിത്തട്ടിൽ പരിലസിക്കുന്ന ആ മഹാനഗരമല്ല നിങ്ങളുടെ മനസ്സിൽ കടന്നു വരേണ്ടത്. 1300 വർഷങ്ങൾ 1400 വർഷങ്ങൾക്കപ്പുറം ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീന. യസ്രിബ് എന്ന് പഴയ കാലത്ത് അറിയപ്പെട്ട അറേബ്യയിലെ ഒരു സാധാരണ നഗരം. പക്ഷേ അത് ഹബീബിൻ്റെ കടന്നു വരവോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം
അൽ മദീനത്തുൽ മുനവ്വറയായി, പ്രകാശിതമായ പ്രവാചക നഗരിയായി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊച്ചു കുടിലുകൾ നിറഞ്ഞു നിൽക്കുന്ന മദീന എന്ന നഗരി, ആ കുടിലുകൾക്കിടയിൽ ഏറ്റവും ലളിതമായ ഒരു കുടിൽ, അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിലും നൂറായ രാജാക്കന്മാരുടെ രാജാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കൊട്ടാരമാണ്. മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ. ആ വീട്ടിൽ രാജാവിൻ്റെ കൊട്ടാരമാണ്. പക്ഷേ അവിടെ മെത്തയും കട്ടിലുമില്ല. ചെറിയ ചെറിയ കല്ലുകളെ കൊണ്ടും മൺകട്ടകളെ കൊണ്ടും അടുക്കി വെച്ച ചുമരുകൾക്ക് മുകളിൽ ഉണങ്ങിയ ഈത്തപ്പനയുടെ ഓലമേഞ്ഞ ഒരു ചെറിയ കുടിൽ. സാധാരണ വീടിന് പറയാറുള്ളത് ബൈത്ത്, വീടുകളുടെ ഒരു സമുച്ചയമാണെങ്കിൽ ദാർ എന്നൊക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വസതിക്ക് ചരിത്രം കൊടുത്ത പേര് ഹുജ്റ എന്നാണ്. അതൊരു മുറിയാണ്, അതൊരു റൂം മാത്രമാണ്. ആ മുറിയുടെയും മസ്ജിദുൻ നബവിയുടെയും ഇടയിലുള്ളത് ഒരു വിരി മാത്രമാണ്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ. പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. ആ മനോഹരമായ എന്നാൽ ലളിതമായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശവും സുഗന്ധവും തങ്ങി നിൽക്കുന്ന ആ കൊച്ചുകുടിൽ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്കൊന്ന് കടന്നു വന്നോട്ടെ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ. പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാടേ. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. ആ മനോഹരമായ കൊച്ചുകുടിലിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം എന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം ചെലവഴിക്കുന്ന ആ സുന്ദരമായ ദിനരാത്രങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങൾക്ക് മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ദാഹാർത്തനായി നടക്കുന്ന ഒരു മനുഷ്യന് ലഭിച്ച ശുദ്ധജലം പോലെ പ്രിയപ്പെട്ടവരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആയിഷ ബീവിയുടെ സാന്നിധ്യം ഹബീബായ മുത്തുനബി തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷത്തിന്റെ ആന്തോളനങ്ങൾ തീർക്കുകയാണ്. ആ സന്തോഷ തിരമാലയുടെ പ്രകമ്പനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖത്ത് ഒരു പുഞ്ചിരിയായി, ഒരു സന്തോഷമായി ആയിഷ ബീവി കാണുകയാണ്. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ പരിശുദ്ധ മനോഹരമായ ചന്തചാരുതയാർന്ന തിരുഹബീബിന്റെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാടിയിട്ടുള്ള 2 വരികൾ ലോക ചരിത്രത്തിൽ അത്രയും മനോഹരമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങയെ എങ്ങിനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ. അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിൽ നിന്നൽപ്പമല്ലേ. സ്വർഗത്തിൻ സൗന്ദര്യം പോലും ഹബീബിൻ്റെ പരിശുദ്ധിയിൽ നിന്നൊരൽപ്പമല്ലേ. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ. ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ. മനോഹരമായ ഒരു പൗർണമി രാവിൽ
14-ാം രാവിൻ്റെ പരിപൂർണ ചന്ദ്രൻ മദീനയെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു രാത്രിയിൽ, വിജനമായി വിശാലമായി കിടക്കുന്ന മരുഭൂമിയിൽ പാൽനിലാവ് പരന്നൊഴുകുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരിങ്ങനെ ഇരിക്കുകയാണ്. ആ രംഗം സ്വഹാബിമാർ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പശ്ചാത്തലത്തിൽ പരിപൂർണ ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ സമയം മുത്തുനബി തങ്ങളുടെ പരിശുദ്ധ പൂമുഖത്തേക്കും ആ ഉദിച്ചു നിൽക്കുന്ന പരിപൂർണ ചന്ദ്രനെയും കുറേ സമയം ഞങ്ങളിങ്ങനെ മാറി മാറി നോക്കി. ഇതിലേതാണ് ഏറ്റവും മനോഹരമെന്ന് പറയാൻ കുറേ സമയം ഞങ്ങൾ കഷ്ടപ്പെട്ടു. മുഹയ്യാക യാ ഖൈറൽ ബരിയത്തി ഖദ് ബദാ യുഹാകിഹി നജ്മു വ സിഹാബു നുജൂമു. ആ പരിപൂർണ ചന്ദ്രന്റെ മനോഹര പ്രകാശം, പാൽനിലാവിൻ്റെ പൊന്നമ്പിളി തിങ്കൾ കലയായ പരിശുദ്ധ പ്രകാശത്തിൻ്റെ പ്രോജ്വല പ്രഭ. ഏത് ചന്ദ്രൻ അസ്തമിച്ചാലും അസ്തമിക്കാത്ത കാലാതിവർത്തിയായ പ്രകാശവുമായി അല്ലാഹു നിയോഗിച്ച തിരുദൂതരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നൂറ് ഞങ്ങളുടെ കൽബിലേക്ക് ഇറങ്ങി വരണം, ആ നൂറ് ഞങ്ങളുടെ കണ്ണുകളിലേക്ക് ഇറങ്ങി വരണം. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ, തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ. പാപപങ്കിലമായ മനസ്സുമായി, പാപങ്ങളുടെ കറവീട് കരിങ്കല്ല് പോലെ കടുത്തുപോയ കൽബുമായി ആ മദീനയിലേക്കൊരു ദിവസം ഞങ്ങൾ കടന്നു വന്നാൽ, ഈ കൽബിൻ്റെ കൂരിരുട്ട് നിറഞ്ഞ അകത്തളങ്ങളിൽ ആ വിശുദ്ധമായ മദീനയുടെ പ്രകാശം ഒന്ന് പകർന്നു തരുമോ യാ റസൂലല്ലാഹ്? യാ ത്വയ്ബതു ജിഅതുകി സബ്ബാ ലിറസൂലില്ലാഹി മുഹിബ്ബാ بالروضة سكنت روحي وجوار الهادي محمد. يا طيبة جئتك صبا لرسول الله محبا بالروضة سكنت روحي وجوار الهادي محمد صلى الله عليه وسلم. ഇറാഖിലെ ബസറയിലെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാബിസ് ഇബ്നു റബീഅ എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല. കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് കാബിസ് ഇബ്നു റബീഅ എന്നാണ്. എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നറിയും? അദ്ദേഹത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അനൽപമായ രൂപസാദൃശ്യമുണ്ടായിരുന്നു. കണ്ടാൽ മുത്തുനബി തങ്ങളാണെന്ന് പറയും വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ രൂപസാദൃശ്യം കൊണ്ട് അനുഗ്രഹിച്ച ഒരു മഹാനായ മനുഷ്യൻ. ബസറയിൽ ജീവിച്ചിരുന്ന കാബിസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന ഈ മനുഷ്യനെ മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അമവി ഭരണാധികാരിയാണ്, ഡമസ്കസിലെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അകലെ നിന്ന് കാബിസ് ഇബ്നു റബീഅ ഇങ്ങനെ കടന്നു വരുമ്പോൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എഴുന്നേൽക്കുകയാണ്. ഒരു പ്രഭുവിനെ പോലെ, ഒരു നേതാവിനെ പോലെ സ്വീകരിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു ചെല്ലുകയാണ്. കാബിസ് ഇബ്നു റബീഅ എന്ന മനുഷ്യനെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയാണ്. ആ നെറ്റിത്തടത്തിൽ ചുംബനമർപ്പിക്കുകയാണ്. കൈ നിറയെ സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കുകയാണ്. അതിവിശാലമായ അമവി ഭരണകൂടത്തിൻ്റെ രാജാവായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ബസറയിലെ ഒരു സാധാരണക്കാരനായി മനുഷ്യനെ ബഹുമാനിക്കാനുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപസാദൃശ്യമുണ്ട്. കാണുമ്പോൾ നബി തങ്ങൾ ഓർമ്മ വരുന്നു എന്നത് മാത്രമാണ്. ഇത്രമേൽ സ്നേഹിക്കപ്പെട്ട മറ്റൊരാൾ വേറെ ആരുണ്ട്? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കുഞ്ഞുനാൾ തൊട്ടേ കൂടെ കൂടിയതാണ്. മദീനയിലേക്ക് കടന്നു വരുമ്പോൾ മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ തൻ്റെ കുഞ്ഞുമോൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരാൻ. നബി തങ്ങൾ മദീനത്ത് വരുമ്പോൾ
അൻസാരികൾ സമ്മാനങ്ങളുമായി ഹദിയകളുമായി നബിതങ്ങളെ പൊതിയുകയാണ്. അത് വല്ലാത്തൊരു രംഗമല്ലേ? അൻസാരികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിന് പകരം വെക്കാൻ കഴിയുമോ നമുക്ക്? ബദറിൽ ഷഹീദായ ശുഹദാക്കളുടെ എണ്ണം എത്രയാണ്? 14. അതിൽ മുഹാജിരികളുണ്ട്, അൻസാരികളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 14 എന്ന് പറഞ്ഞാൽ 7 മുഹാജിരികളും 7 അൻസാരികളും. അതാണല്ലോ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അനുപാതം. എന്നാൽ അങ്ങനെയല്ലല്ലോ. ബദറിൽ ഷഹീദായ 14 ശുഹദാക്കളിൽ 6 മുഹാജിരികളും 8 അൻസാരികളുമാണ്. ഒരു പടി മുന്നിലാണ് അവർ. ഉഹുദിൻ്റെ സമയത്തോ 70 ആളുകളാണ് ഉഹുദിൽ ഷഹീദായത്. ആ 70-ൽ 65 അൻസാരികളാണ്. ഇത്രമേൽ സ്നേഹം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ പകർന്നു കൊടുത്തില്ലേ? മുത്തിൻ ശ്വാസം അറിഞ്ഞു മദീനാപുരി, പാദം ചുംബിച്ചു പുളകത്താലാ മൺതരി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് കടന്നു വന്ന് അവിടുത്തെ മനോഹരമായ തൃപ്പാദം മദീനയിൽ അമരുന്ന നേരം, മദീനയിലെ ഓരോ മണൽത്തരികളും പുളകമണിഞ്ഞ നേരം, മുത്തിൻ ശ്വാസം അറിഞ്ഞു മദീനാപുരി, പാദം ചുംബിച്ചു പുളകത്താലാ മൺതരി. ദഫിൻ താളത്തിൽ തൊലഅൽ ബദ്റു പാടി, ലോകം വരവേൽപ്പുമായി മദീനയെത്തി. ചെന്നെത്താനുള്ള വഴിയല്ല കാണിച്ചതാ, इस करम का करो शुक्र कैसे अदा, इस करम का करो शुक्र कैसे अदा. जो करम मुझ पे मेरे नबी कर दिया, मैं सजाता हूँ सरकार की महफिले, मैं सजाता हूँ सरकार की महफिले. मुझको हर गम से रब ने बरी कर दिया, इस करम का करूं शुक्र कैसे अदा. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. മദീന മനസ്സിൽ കണ്ടൊന്ന് ചൊല്ലി നോക്കൂ. സ്വലാത്തുല്ലാഹ് अला यासीन हबीबिल्लाह. जिक्र सरकार की है बड़ी बरकतें, मिल गई राहते अज़मते रिफाते. मैं गुनाहगार था बेअमल था, मगर मैं गुनाहगार था बेअमल था मगर, मुस्तफ़ा ने मुझे जन्नती कर दिया, इस करम का करूं शुक्र कैसे अदा. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ്. ഈ 4 ചുവരുകൾ സ്വലാത്തുകളെ കൊണ്ട് പ്രകമ്പനം കൊള്ളട്ടെ. അലാ യാസീൻ ഹബീബില്ലാഹ്. പരിശുദ്ധമായ തിരുവസന്തത്തിന് ഈ സ്വലാത്തുകൾ ഒരു സ്വാഗതമാവട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഹബീബില്ലാഹ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് കടന്നു വരുമ്പോൾ അൻസാരികൾ സമ്മാനങ്ങളുമായി മുത്തുനബി തങ്ങളുടെ അരികിലേക്ക് വരാൻ. മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ വല്ലാത്ത വേദന. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എന്തു നൽകും, എന്തു നൽകിയിട്ട് എൻ്റെ ഹബീബിനെ ഞാൻ സന്തോഷിപ്പിക്കും? കൊടുക്കാനൊന്നുമില്ല. തൻ്റെ കുഞ്ഞുമോന്റെ കൈപിടിച്ച ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ് ആ പൊന്നുമ്മ. യാ റസൂലല്ലാഹ്, എനിക്ക് സമ്പാദ്യമായി ഈ പൊന്നുമോനല്ലാതെ മറ്റാരുമില്ല നബിയേ. എൻ്റെ കുഞ്ഞുമോനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് നബിയേ. അന്ന് മുതൽ അനസ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട്. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കാബിസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുമായിരുന്നത്രേ. എന്താ കാരണം? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നുമില്ല.
ആ മനുഷ്യനെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മ വരുന്നു എന്നുള്ളത് മാത്രമാണ്. അനസ് റളിയല്ലാഹു അൻഹു എത്ര കാലം ജീവിച്ചിട്ടുണ്ട്, എത്ര പതിറ്റാണ്ടുകൾ മുത്തുനബി തങ്ങൾക്ക് ശേഷം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ കാബിസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുമായിരുന്നു. ആ നഷ്ട സ്നേഹത്തെ ഓർത്ത് അനസ് റളിയല്ലാഹു അൻഹു കണ്ണീർ വാർക്കുമായിരുന്നത്രേ. ഇതേ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കവിളത്തിങ്ങനെ തൊട്ടിട്ട് ആരെങ്കിലും ആ കൈമുത്തിയാൽ റോസാദളത്തിൻ്റെ സുഗന്ധം അവർക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ 10 വയസ്സുള്ള ഈ കുഞ്ഞുമോനെ മുത്തുനബി തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവന്ന് നബിയെ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ സ്വഹാബി വര്യൻ്റെ ആ കുഞ്ഞുമോൻ്റെ കവിളത്തൊരു മുത്തം കൊടുത്തതാണ്. ആ റോസാപ്പൂവിൻ്റെ സുഗന്ധം അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കവിളത്ത് കാലാകാലവും നിലനിൽക്കുകയാണ്. റോസാദളത്തിൻ ചെണ്ട് റോജാ റസൂലിൻ ചുണ്ട് രോമാഞ്ചമാല കണ്ട് തീരാത്ത ജായിബ്. റോസാദളത്തിൻ ചെണ്ട് റോജാ റസൂലിൻ ചുണ്ട് രോമാഞ്ചമാല കണ്ട് തീരാത്ത ജായിബ്. ചേലിൽ തിളങ്ങും കണ്ണ് താജിൽ വിളങ്ങും പൊന്ന് താരാപഥങ്ങൾ വന്ന് വാഴ്ത്തുന്ന കാമില്. ആകാശത്തെ താരാപഥങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദി ജ്യോതിർഗോളങ്ങളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ज़ियादा चांद तारो अपनी रंगत पर नहीं तराओ ज़ियादा चांद तारो अपनी रंगत पर मेरे आका को देखोगे चमकना भूल जाओगे. हरा गुंबद जो देखोगे जमाना भूल जाओगे. अगर तैबा को जाओगे तो आना भूल जाओगे. ഏതൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴാണോ തിരിച്ചു പോവാൻ ആളുകൾ മറന്നു പോകുന്നത്, അത് മദീനയാണ്. ഘടികാര സൂചികൾ പോലും ഒരു നേരം നിശ്ചലമായി പോകുന്നത്, മനസ്സിന്റെ താളം പോലും ഒരു നേരം അറ്റുപോകുന്നത് എവിടെയാണോ അത് പരിശുദ്ധമായ മദീനത്തു മാത്രമാ. സുറൂറിൻ്റെ കവാടങ്ങൾ കടന്നു ഞാൻ മദീനയിൽ സുബ്ഹാന്റെ റസൂലിൻ്റെ അരികിൽ ചെന്ന് സ്വർഗ നിലാവിൻ്റെ സുഖം റൗള ശരീഫും തന്ന് പരിശുദ്ധ മദീനയിൽ മയങ്ങുന്ന മലർമുല്ലേ ഒരു നാളൻ കനവിലൊന്നണഞ്ഞിടുമോ. എൻ്റെ ഹൃദയത്തിൻ നൊമ്പരം അങ്ങറിഞ്ഞിടുമോ. ഒരു പാട് നാളായി മഹാപാപി കൊതിക്കുന്നു മദീന തൻ മണലൊന്ന് പുണർന്നിടുവാൻ. എന്നിൽ അസ്റായിൽ വരും മുന്നേ വിളിച്ചിടുമോ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂൻ നമ്മൾ കേട്ടതാണ്. സൂറത്തുൽ മുനാഫിഖൂനിൽ മുനാഫിഖീങ്ങളുടെ ചില വർത്തമാനങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. മുനാഫിഖീങ്ങൾ പറഞ്ഞ ഒരു വാക്കാണ്. അവരുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ
എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കാണത്. മദീനയിൽ നിന്ന് അവരൊരു യാത്രയിലാണ്, മദീനക്ക് പുറത്തുള്ളത്. നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു, നമ്മൾ മദീനത്തേക്ക് തിരിച്ചു പോയാൽ ആ മദീനത്തു നിന്ന് ഇസ്സത്തുള്ള നമ്മൾ, മദീനക്കാരായ നമ്മൾ, അഭിമാനികളായ നമ്മൾ, പുറമേ നിന്ന് വന്ന് താമസിക്കുന്ന നിന്ദ്യരായ, അതിനോട് ചേർത്ത് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് അയാൾ പറഞ്ഞത്. പക്ഷേ നമുക്കത് പറയാൻ പ്രയാസമുണ്ട്. ഈ മദീനത്ത് നിന്ന് അഭിമാനികളായ ഞങ്ങൾ നിന്ദ്യരെ പുറത്താക്കും, മുഹമ്മദിനെയും കൂട്ടാളികളെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്താക്കുമെന്ന് പറഞ്ഞു. ഈ സംഭവം എല്ലാവരും കേൾക്കുകയാണ്, സ്വഹാബിമാരൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ അവർ മദീനത്തേക്ക് തിരിച്ചു വരാൻ. മദീനത്തേക്ക് തിരിച്ചു വരുന്ന നേരത്ത് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിൻ്റെ മകനുണ്ട്, അബ്ദുല്ലാഹിബിൻ അബ്ദില്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ. ചെറുപ്പക്കാരനാണ്, സ്വഹാബിയാണ്, മുത്തുനബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ച് നെഞ്ചേറ്റിയ മനുഷ്യനാണ്. അപ്പോൾ ആൾക്കാർ മദീനത്തേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ അദ്ദേഹം വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് മദീനയിലെത്തുകയാണ്. മകൻ അബ്ദുല്ലാഹിബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഈ മകൻ സ്വഹാബി. എന്നിട്ട് മദീനയുടെ അതിർത്തിയിൽ നിന്നു. എല്ലാവരും വരുന്നതിന് മുമ്പ് വന്നിട്ട് മദീനത്തെ അതിർത്തിയിൽ നിന്നു. എന്നിട്ട് ഓരോരുത്തരെയായിട്ട് മദീനത്തേക്ക് ഇങ്ങനെ കടത്തിവിടാൻ. അങ്ങനെ തൻ്റെ സ്വന്തം പിതാവ് മുന്നിൽ വന്നു നിന്നപ്പോൾ, അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ മകൻ പറഞ്ഞു, വാപ്പാ, ഈ മദീനത്ത് ചവിട്ടാൻ ഞാൻ നിങ്ങൾ അനുവദിക്കില്ല. എന്തേ മോനെ, ആ ജുനൂനുക്, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഉപ്പയോട് മറുത്തൊരു വാക്കും പറഞ്ഞിട്ടില്ലാത്ത മര്യാദക്കാരനായ ആ മകന്റെ തനിരൂപം വാപ്പ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ്. മോനെ, നിനക്ക് എന്തു സംഭവിച്ചു? മോൻ പറഞ്ഞു, വാപ്പ, നിങ്ങളല്ലേ പറഞ്ഞത് ഈ മദീനത്ത് നിന്ന് നിന്ദ്യരായ ആളുകളെ പുറത്താക്കുന്ന നിന്ദ്യൻ നിങ്ങളാണ്. സ്വന്തം പിതാവിനോട് ആ മകൻ പറഞ്ഞ വാക്കുകളാണ്. ഈ മദീനത്തു നിന്ന് നിങ്ങൾ നിന്ദ്യരെ പുറത്താക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ മദീനത്തേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അഭിമാനമുള്ളത്, നിങ്ങൾ നിന്ദ്യനാണ്. ഈ മദീനത്തേക്ക് നിങ്ങൾ കാലുവച്ചാൽ നിങ്ങളുടെ തല ഞാൻ അരിഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു സ്വന്തം പിതാവിനോട് ആ പുത്രൻ. അയാൾ ആകെ വിഷമിച്ചു. ഈ വാർത്ത മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിലെത്തുകയാണ്. അവിടുന്ന് അബ്ദുള്ള എന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, പിതാവാണ്, നീ വിട്ടുവീഴ്ച ചെയ്യണം. ഒരിക്കലും പകരം വീട്ടേണ്ടവരായി, ആളുകളെ പ്രയാസപ്പെടുത്തേണ്ടവരായി നിങ്ങളെ മാറ്റുവാനല്ല ഞാൻ കടന്നു വന്നത്, ഞാൻ വിട്ടുവീഴ്ചയുടെ പ്രവാചകനാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ മദീനത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ മദീനത്തേക്ക് കടക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കുമായിരുന്നില്ല എന്ന് സ്വന്തം പിതാവിനോട് പറഞ്ഞ ചെറുപ്പക്കാരൻ. ഇത്രമേൽ സ്നേഹിക്കപ്പെട്ട മറ്റൊരാൾ എവിടെയുണ്ട്? മൗലായ പാടിയിട്ടു ഞാൻ മദിഹിൻ മഴ നനയുന്നിതാ, മഹ്മൂദേ ഓർത്തിട്ടു ഞാൻ മനസ്സിൽ കുളിരണിയുന്നിതാ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഉത്തമരാം നബി തങ്ങളെ അഭയം മങ്ങാ തിങ്കളെ, ഭീതികളേറും നാളില് അഭയം നൽകൂ എന്നില്. മൗലായ അബദാ അലാ ഹബീബിക ഖൈറിൽ കുല്ലിഹിം. യാ റബ്ബി വജ്അൽ റജാഇ ഗൈറ മുൻആകിസി ലദൈക, വജ്അൽ ഹിസാബി ഗൈറ മുൻഖാരിമി. റബ്ബേ, എന്നോട് ആശകൾ നേരാലെ നിറവേറ്റിടൂ, അന്ന് ഹിസാബിൻ നാളില് ഇടറാതെന്നെ കാത്തിടൂ. മൗലായ അബദാ ഖൈറിൽ ഖൽഖി കുല്ലിഹിം. യാ റബ്ബി ബിൽ മുസ്തഫാ
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ربي തിരുനബിയാലൻ ആശകളേകൂക്കോനേ പാപങ്ങൾ നീക്കോയൻ കറമിന്നൂടയോനേ മൗലായ ആബദാ ആ പരിശുദ്ധമായ മദീനയെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഓരോ രാത്രികളും ആ വിശുദ്ധമായ മദീനയെ മനസാന്തരങ്ങളിൽ കിനാവ് കണ്ട് ഞങ്ങൾ സംഗമിച്ചിരിക്കുന്ന ഓരോ രാത്രികളും ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദർ പോലെ മനോഹരമാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാൽ തീരുമോ ആ മഹത്വങ്ങൾ? പാടിയാലും അവസാനിക്കുമോ ആ അപദാനങ്ങൾ? ആചാരത്തണയും നാൾ ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശിഖല്ല ഞാൻ. ആചാരത്തണയും നാൾ ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശിഖല്ല ഞാൻ. എത്രയെത്ര മനുഷ്യരാണ് മദീനത്ത് കടന്നു വന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പിക്കരഞ്ഞ് ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികളുടെ ഉപ്പുരസത്തില് കൽബിൽ കറപിടിച്ചു നിൽക്കുന്ന ഹറാമിന്റെ മാലിന്യങ്ങളെ അവർ കഴുകിക്കളഞ്ഞത്, അവരെ അങ്ങ് നെഞ്ചോട് ചേർത്തു പിടിച്ചത്. അവരെ പോലെ മദീനത്തേക്ക് കടന്നു വരുമ്പോൾ ഈ മനസ്സിൽ ആത്മീയമായ ഒരു പ്രകാശവുമില്ല യാ റസൂലല്ലാഹ്. പിടയും കൽബിളക്കി ഞാനറിഞ്ഞോട്ടെ, പതിയെ ബൈത്ത് ചൊല്ലി ഞാൻ മരിച്ചോട്ടെ. പിടയും കൽബിളക്കി ഞാനറിഞ്ഞോട്ടെ, പതിയെ ബൈത്ത് ചൊല്ലി ഞാൻ മരിച്ചോട്ടെ. പറയാൻ എത്ര സുഖമുണ്ട്, പാടാൻ എത്ര എളുപ്പമുണ്ട്. പക്ഷേ അങ്ങനെ മദീനത്ത് വന്നിട്ട് ബൈത്തുകൾ ചൊല്ലി 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 മരിച്ചുപോയ എത്ര ആളുകളുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കങ്ങനെ ആവാൻ കഴിയുമോ സഹോദരങ്ങളെ? നബിയേ ഞാൻ മദീനയിലുണ്ട്, നദീമായ ഹൃദയവും കൊണ്ട് അരികത്തു വരാൻ പേടിയുണ്ട്, അലീമായ ഹളറത്ത് കണ്ട് മദീനത്ത് പോയിടുവാൻ പുതിയ മണിമുത്തിനിഷ്ടമായിടുമോ പേടിയാ. മദീനയെക്കുറിച്ച് പറയുമ്പോൾ രണ്ടു വികാരങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ബലാബലം നിൽക്കുക. ഒന്ന് മദീന കാണാനുള്ള അടങ്ങാത്ത കൊതി, മറ്റൊന്ന് പടച്ചോനെ ഈ പാപങ്ങളുടെ ചീഞ്ഞു നാറുന്ന മാറാപ്പുമായി ഞാൻ മദീനത്തു ചെന്നാൽ മുത്തുനബി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന പേടി. പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാദം വിറ കൊണ്ട് തളരുന്നു താനേ. പാവമാണേ ഞാൻ കരളിൻ്റെ കരളേ, പാവമാണേ ഞാൻ കരളിൻ്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ നൂറേ. ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ, എൻ്റെ ഹൃദയത്തിനിരുളങ്ങുമാറാൻ. ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ, ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മദീനത്ത് ചെല്ലാൻ നമുക്ക് കഴിയുമെന്നറിയില്ല.
ഇനി നമ്മൾ മദീനത്ത് പോയാൽ തന്നെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സ്വീകരിക്കുമോ എന്നറിയില്ല. ഈ ശരീരം ഒരുപാട് അകലെയാണെങ്കിലും മനസ്സ് മദീനയിലേക്കൊന്ന് കടന്നു ചെല്ലണം. ഈ സദസ്സിൽ വെച്ച് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ മദീനയുടെ മനോഹരമായ ചിത്രങ്ങൾ തെളിഞ്ഞു നിൽക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ രാത്രിയിൽ മദീന സിയാറത്ത് ചെയ്തവരുടെ ലിസ്റ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ കാതുകൾക്കകലെയുള്ള നാമമുണ്ടാവണം. ഇനി അതിനുള്ള നേരമാണ്. നമ്മുടെ കൽബന നമ്മൾ തയ്യാറാക്കുക, നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഉണർത്തുക. ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഓർമ്മകളെ നമ്മൾ ഉണർത്തി മദീനയിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഒരു തൂവൽ പക്ഷിയായി നമ്മുടെ ആത്മാവ് മദീനത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ലൈറ്റുകളൊന്ന് ഓഫ് ചെയ്യണം. ഒരല്പനേരത്തേക്ക് പൂർണ്ണമായ ഇരുട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ കണ്ണിൻ്റെ പ്രകാശം അണയുമ്പോൾ കൽബിൻ്റെ വെളിച്ചം തെളിയണം. ഈ സ്റ്റേജിലേക്കുള്ളത് ഓഫാക്കാം ഇൻഷാ അല്ലാഹ്. ആ സ്ക്രീനിൽ മദീനയെ കാണിക്കാൻ കഴിയില്ലേ? കഴിയുമെങ്കിൽ സന്തോഷമായി. പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ണിൽ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത കുളിരായിരിക്കും. ഈ മദീനയെ മനസ്സിലോർത്താൽ ഏതു പ്രയാസങ്ങളാണ് മനുഷ്യൻ മറന്നു പോവാതിരിക്കുക. ഈ മദീനയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ ഏതു വേദനകളാണ് പിന്നെ മനുഷ്യൻ ഓർമ്മയുണ്ടാവുക. നമ്മുടെ അഭയം ദുനിയാവിലും ആഖിറത്തിലും തിരുദൂതർ മാത്രമല്ലേ സഹോദരങ്ങളെ. ഇനി ആ ഹബീബിന് വേണ്ടി മാത്രം, ആ പരിശുദ്ധമായ മദീനയ്ക്ക് വേണ്ടി മാത്രം ഒരല്പ നിമിഷങ്ങൾ നാം മാറ്റിവെക്കുകയാണ്. ഇനി മറ്റുള്ള ചിന്തകൾ നമ്മൾ നമ്മുടെ പിന്നിലേക്ക് വലിച്ചെറിയുകയാണ്. ദുനിയാവിൻ്റെ മാറാപ്പുകൾ നമ്മുടെ ഓർമ്മകളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ തൽക്കാലം പുറത്തേക്ക് മാറ്റിവെക്കുകയാണ്. മദീന എന്ന മനോഹരമായ ആ നഗരിയുടെ പ്രകാശ നിർഭരമായ കാഴ്ചകൾ ഇനി കണ്ണിലും മനസ്സിലും തെളിഞ്ഞു നിൽക്കണം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വളരെ അതബോടെ, നമ്മൾ ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും കൽബ് കൊണ്ട് മദീനത്താണ് എന്ന ചിന്തയിൽ വളരെ അതബോടെ നമുക്കൊരൽപ്പം സ്വലാത്തുകൾ പരിശുദ്ധമായ മദീനത്തേക്ക് ചൊല്ലണം. മനസ്സിൻ്റെ വേദനകൾ ആ പരിശുദ്ധമായ ഹളറത്തിൽ ഇറക്കി വെക്കണം. പാപക്കറ വീണ നമ്മുടെ കൽബുകളെ കണ്ണുനീരുകൊണ്ട് കഴുകാൻ ഈ സദസ്സിലെ അല്പനേരം നാം ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഒരൽപ്പം സ്വലാത്തുകൾ നമ്മൾ ആദ്യം മനസ്സറിഞ്ഞ് ചൊല്ലുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നീറി നീറി ഞാൻ ഓതും ബൈത്തുകൾ യാ നബി അങ്ങ് കേൾക്കുമോ? ഓതിയോതി ഞാൻ വീഴ്ത്തും കണ്ണുനീർ യാ ഹബീബ് അങ്ങ് അറിയുമോ? സ്വലാത്തു വസ്സലാമു മനസ്സറിഞ്ഞ് ഈ സ്റ്റേജിലേക്കുള്ള ലൈറ്റ് കൂടി ഒന്ന് ഓഫ് ചെയ്താൽ സന്തോഷം. അലൈക യാ ഹബീബല്ലാഹ്. റൗള മുന്നിലെ ആൾക്കൂട്ടത്തിൽ ഞാൻ രാപ്പകൽ വന്നിരുന്നിടാം. റബ്ബിൻ കോടതി കൂടും നേരത്ത് മുത്തേ എന്നെയും ഓർക്കണേ. അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു. സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപാട് ജോലി ഭാരം മനസ്സിലേറ്റ് വന്നവരാണെന്ന് എനിക്കറിയാം. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന് ഓടി വന്നവരാണ്. പരിശുദ്ധമായ റബീനെ സ്നേഹിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് മാത്രം വന്നവരാണ് നിങ്ങൾ. സഹോദരങ്ങളെ, ഇനി നമ്മുടെ മനസ്സിനെ അലട്ടുന്ന സകല ചിന്തകളും നമ്മൾ മാറ്റിവെക്കുക. എല്ലാം ഒന്ന് മറക്കുക. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സുപോലെ
കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിഞ്ഞു പോയത് ഓർമ്മ ഉണ്ടാവില്ല, വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവില്ല. അവരുടെ മുമ്പിൽ ഇപ്പം എന്താണുള്ളത് അത് മാത്രമാണ്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക്, ആ ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു പോവാൻ. നമ്മളൊക്കെ ആ കാലം കഴിഞ്ഞ് വന്നവരല്ലേ. നിഷ്കളങ്കമായ മനസ്സ്, ഒരാളോടും വെറുപ്പില്ലാത്ത, ആരോടും ഒരു ദേഷ്യവുമില്ലാത്ത, ഒരു മോശമായ ചിന്തയുമില്ലാത്ത, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിഷ്കളങ്കമായ മനസ്സ് നമ്മളൊന്ന് തിരിച്ചു പിടിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ സകല ചിന്തകളെയും നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്ന് കണ്ണടച്ച് നിൽക്കുക. ആ കണ്ണടച്ചാൽ നമുക്ക് മദീന കാണാൻ കഴിയും. നമ്മുടെ അകക്കണ്ണിൽ ആ പരിശുദ്ധമായ മനോഹരമായ പുണ്യനഗരിയുടെ ചിത്രങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ കൽബിൽ മദീനയുണ്ടെങ്കിൽ അത് കണ്ണിൽ തെളിയും. നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ ആ പരിശുദ്ധമായ ത്വയ്ബയുടെ ചിത്രങ്ങൾ തെളിയും. കണ്ണടച്ചിങ്ങനെ നിന്നിട്ട് മനസ്സൊന്ന് ശാന്തമാക്കുക. സകല ചിന്തകളും മനസ്സിൽ നിന്ന് മറക്കുക. ഞാൻ എവിടെയാണ് എന്ന ഒറ്റ ചോദ്യം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. ഞാനിപ്പോൾ എവിടെയാണ്? ഞാൻ എവിടെയാണ്? പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ പടിവാതിലിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പെയ്തിറങ്ങുന്ന ഒരു മനോഹരമായ സദസ്സിലാണ് ഞാൻ ഉള്ളത് എന്ന് നമ്മുടെ മനസ്സിപ്പോൾ നമ്മോട് പറയും. അതെ, നമ്മൾ അവിടെ തന്നെയാണ്. ഒരു പക്ഷേ ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നപ്പോഴെല്ലാം അങ്ങനെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാവില്ല. ശരീരം എവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സെവിടെയോ ആണ്. ഏതൊക്കെയോ ചിന്തകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ആ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനസ്സിനെ നമ്മൾ തിരികെ പിടിച്ച് ഈ സദസ്സിൽ കൊണ്ടുവന്നിരുത്തുകയാണ്. നമ്മുടെ ശരീരത്തോടൊപ്പം നമ്മുടെ മനസ്സും ഈ സദസ്സിനോട് ചേരുകയാണ്. സഹോദരങ്ങളെ, കണ്ണടച്ചിങ്ങനെ നിൽക്കുമ്പോൾ മദീന എന്ന മനോഹരമായ ആ നഗരത്തിൻ്റെ ചിത്രം കുഞ്ഞുനാൾ തൊട്ടേ, ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ നാം കാണാൻ തുടങ്ങിയ ആ മദീനയുടെ മനോഹരമായ ചിത്രം ഒന്ന് മനസ്സിലിങ്ങനെ കൊണ്ടുവരിക. മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് ആ നോട്ട്ബുക്കിൻ്റെ ചട്ടയിൽ മദീനയിലെ പച്ചക്കുബ നമ്മൾ കണ്ടിട്ടുണ്ട്. നെയിം സ്ലിപ്പുകളിൽ മദീനയിലെ പച്ചക്കുബ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മനോഹരമായ ചിത്രം മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നോട്ടെ. മദീന എന്നാൽ പല ആളുകൾക്കും പല ഓർമ്മകളായിരിക്കും, പല ചിത്രങ്ങളായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരിക. ഞാനൊന്ന് പറയട്ടെ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾക്കിടയിൽ മാനത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഘനഗംഭീരമായ വെള്ള മിനാരങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ? അങ്ങകലെ, ഒരുപാട് അകലെ നമ്മളൊരു റോഡിലൂടെ, ഒരു നിരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ, ചുറ്റുഭാഗത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ, ഒരുപാട് മനുഷ്യന്മാർ, പല നാടുകളിൽ നിന്ന് വന്നവർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല നിറമുള്ളവർ, പല വസ്ത്രധാരണ രീതി പിന്തുടരുന്നവർ, പല ഭക്ഷണ രീതികൾ പിന്തുടരുന്നവർ. പക്ഷേ അവരുടെയൊക്കെ കൽബ് ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അതാ പരിശുദ്ധമായ വെള്ള കൊട്ടാരമാണ്. അത്രമേൽ മനോഹരമായ ഒരു കെട്ടിടം ഈ ഭൂമിയുടെ മുകളിലില്ല. ആ മനോഹരമായ വെള്ളക്കൊട്ടാരത്തിൻ്റെ കനത്ത മതിൽക്കെട്ടുകളും പച്ച നിറമടിച്ച അതിൻ്റെ ഗേറ്റുകളും നമ്മളിങ്ങനെ കാണുകയാണ്. നമ്പറുകൾ ഇങ്ങനെ എഴുതിയത് കാണാം, 325, 365, പല നമ്പറുകൾ. ആ ഗേറ്റ് ഇങ്ങനെ തുറന്നു വെച്ച് മസ്ജിദുൻ നബവി നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. നടന്ന് ആ പരിശുദ്ധമായ പുണ്യഗേഹം നമ്മുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ നാവുകൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന്. അങ്ങനെ മുന്നോട്ട് നടന്നിട്ട് ആ മസ്ജിദുൻ നബവിയുടെ വെള്ള മാർബിൾ പതിച്ച തിരുമുറ്റത്തേക്ക് നമ്മളിങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന ആത്മീയമായൊരു കുളിരുണ്ട്. ആ കുളിര് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അനുഭവിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് ആ വെള്ളക്കൊട്ടാരത്തിൻ്റെ യശോധാവല്യമാണ്, അതിൻ്റെ മനോഹാരിതയാണ്, അതിൻ്റെ ഗാംഭീര്യമാണ്. വെള്ളക്കൊട്ടാരത്തിൻ്റെ മകുടമെന്നോണം ഹരിതാഭയിൽ തിളങ്ങി നിൽക്കുന്ന ആ പച്ചക്കുബയാണ്. അതിങ്ങനെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കുകയാണ് നമ്മൾ. അതല്ലാതെ മറ്റൊന്നും നമ്മുടെ കണ്ണിൽ പെടുന്നേയില്ല. മദീനയിലൊന്ന് ചെന്നിടണം, മനസ്സ് തുറന്ന് കരഞ്ഞിടണം, പതിയെ സലാം ചൊല്ലിടണം, പരിച്ചൻ കൽബ് നൽകിടണം. അവിടെ ചെന്നിങ്ങനെ സലാം പറയുമ്പോൾ ശബ്ദം ഉയരൂല, ഉയരാൻ പാടില്ല. ശബ്ദം ഉയർന്നാൽ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയോ നിങ്ങളുടെ നോമ്പ് നിസ്കാരവും എനിക്ക് വേണ്ട എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് സലാം പറയുമ്പോൾ പോലും ശബ്ദമുയരുകയില്ല. ഒരു കുറ്റവാളിയെ പോലെ മദീനയിൽ ചെന്ന് നിൽക്കുകയാണ് നമ്മൾ. തല താഴ്ത്തി, കണ്ണുകളടച്ച്, വിതുമ്പുന്ന ചുണ്ടുകളോടെ, വിറക്കുന്ന ഹൃദയത്തോടെ
മദീനയെ നമ്മൾ കാണുകയാണ്. ആ മദീന എന്ന മനോഹരമായ നഗരിയിൽ മുത്തുനബി തങ്ങളുടെ ഹദറത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും കടന്നു ചെല്ലാൻ സമ്മതത്തിന് വേണ്ടി കാത്തുനിന്ന മുത്തുനബി തങ്ങളുടെ ഹദറത്തിൽ പാപിയായ നമ്മൾ ഒരാളോടും സമ്മതം ചോദിക്കാതെ കടന്നു ചെന്നിരിക്കുകയാണ്. മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? പാപങ്ങളുടെ ചീഞ്ഞു നാറുന്ന മാറാപ്പും തലയിലേറ്റി ആ മദീനത്തു ചെന്നാൽ അവിടുന്ന് നമ്മെ സ്വീകരിക്കുമോ? ആ മദീനത്ത് നിൽക്കാൻ ഈ കാലുകൾക്ക് യോഗ്യതയുണ്ടോ? ആ പരിശുദ്ധമായ മദീനയൊന്ന് കാണാൻ ഹറാമിൻ്റെ കറകൾ വീണ ഈ കണ്ണുകൾക്ക് അർഹതയുണ്ടോ? യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് പിടിവള്ളിയായി അങ്ങ് മാത്രമാണുള്ളത്. യാ ഹബീബല്ലാഹ്, രാജാതിരാജനായ റബ്ബിലേക്ക് ഞങ്ങളെ ചേർക്കുന്ന വസീല അങ്ങാണ്. ഞങ്ങളുടെ തെറ്റുകളുടെ പരാതി അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഇറക്കി വെക്കുന്നു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിതത്തിൽ ഞങ്ങൾ നടന്നു തീർത്ത ഹറാമിൻ്റെ വഴികൾ എത്രയാണ്? ഈ കണ്ണുകളെ കൊണ്ട് ഞങ്ങൾ കണ്ട ഹറാമുകൾ എത്രയാണ്? ഹബീബേ, അങ്ങയെ കാണേണ്ട കണ്ണുകളാണിത്. ആ കണ്ണുകളെ ഞങ്ങൾ ഹറാമുകൾ കണ്ട് മലിനപ്പെടുത്തി. യാ റസൂലല്ലാഹ്, ഈ ജീവിതത്തിലൂടെ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ പടച്ചവൻ പുറത്തു തരാൻ അങ്ങൊന്നു പറയുമോ? യാ ഹബീബല്ലാഹ്, കല്ലാണെന്റെ കൽബ് പേടിയില്ലല്ലോ, കൊല്ലം എത്രയായി പാപി തന്നല്ലോ, മടിയിൽ കിടത്താൻ ഞാൻ ആരുമല്ലല്ലോ, മലരെ വെറുത്താൽ ഞാൻ ഒന്നുമല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിലേക്ക് ചുരുങ്ങുകയാണ്. ജീവിതത്തിലൂടെ കടന്നുപോയ പാപങ്ങളുടെ വലിയ വലിയ പർവ്വതങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ പാപത്തിൻ്റെ മഹാപർവ്വതങ്ങൾ കടന്ന് എന്നാണ് നമുക്ക് മദീനത്തേക്ക് മുത്തുനബി തങ്ങളുടെ പൊരുത്തത്തോടു കൂടി ഒന്ന് കടന്നു ചെല്ലാൻ കഴിയുക? വ്യസനമാൽ വീളിച്ചിടുന്നു യാ നബി, വ്യഥകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി, വികലമാണി ജീവിതം യാ സയ്യിദി, വികലമാണി ജീവിതം യാ സയ്യിദി, വഴി പിഴച്ചോനാണിവൻ ഖുദ് ബിയദി, വഴി പിഴച്ചോനാണിവൻ ഖുദ് ബിയദി. ഈ കണ്ണുകൊണ്ട് കണ്ട ഹറാമുകൾ എത്രയെന്ന് എണ്ണാൻ നമുക്ക് കഴിയും? ഇന്ന് നേരം പുലർന്നത് മുതൽ ഈ കണ്ണിലൂടെ കടന്നുപോയ ഹറാമിൻ്റെ കാഴ്ചകൾ എത്രയാണെന്നതിന് മറുപടിയുണ്ടോ? ഈ ജീവിതത്തിലൂടെ നമ്മൾ ഖളാ ആക്കിക്കളഞ്ഞ നിസ്കാരങ്ങൾ, നാം നഷ്ടപ്പെടുത്തിക്കളഞ്ഞ നന്മകൾ, നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിലേക്കൊന്ന് മാത്രം നോക്കുക. എത്ര മറന്നാലും അല്ലാഹു മറക്കൂല. എവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞാലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല. ഈ തെറ്റുകളുടെ ഭാണ്ഡവും പേറി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമില്ലേ? ഈ തെറ്റുകളുടെ ഭാണ്ഡവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമില്ലേ? ആ ദിവസത്തിന് മുമ്പായി പടച്ചോനെ ഞങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു തരണേ അല്ലാഹുവേ. നീ ചെയ്തു തന്ന നിഅമത്തുകൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. പട്ടിണിപ്പേക്കോലങ്ങളായി എല്ലുന്തി ഒന്നുറക്കെ കരയാൻ പോലും ആരോഗ്യമില്ലാതെ മരണത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. അല്ലാഹുവേ, ഒരു നേരത്തെ അന്നം പോലും നീ ഞങ്ങൾക്ക് മുടക്കിയിട്ടില്ല. ഈ നിൽക്കുന്നത് പോലും നീ തന്ന ആരോഗ്യം കൊണ്ടാണ്. അല്ലാഹുവേ, നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല റബ്ബേ. അല്ലാഹുവേ, നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹം തിരിച്ചറിയാൻ ഈ ഹറാമിൻ്റെ കത്രിക പൂട്ടിട്ട ഹൃദയങ്ങളുടെ വാതിലുകൾക്ക് കഴിഞ്ഞില്ല അല്ലാഹ്. നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയാൻ പറഞ്ഞാൽ പോലും ഞങ്ങൾക്കതിന് കഴിയില്ലല്ലോ റബ്ബേ.
നിനക്ക് ശുക്ർ ചെയ്യേണ്ട ഈ ജീവിതത്തെ നിങ്ങൾ ഹറാമുകളിലേക്ക് വലിച്ചിഴച്ചു അല്ലാ. സഹോദരങ്ങളെ, മനസ്സറിഞ്ഞെന്ന് പറയാൻ പറ്റൂ. കൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത അത്രയും ആത്മാർത്ഥമായി ഇത് പടച്ചോൻ കേൾക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഒരു 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ കഴിയൂ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഈ ജീവിതം തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് റബ്ബേ. കഴിഞ്ഞുപോയ കാലത്തേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കറുത്ത നിഴലുകളല്ലാതെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല പടച്ചോനെ. ഞങ്ങൾക്കാകെയുള്ള പ്രതീക്ഷ ഈ ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിൽ ഒരാളാണ് എന്ന ഒറ്റ പ്രതീക്ഷയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ നിരാശരാക്കല്ല റബ്ബേ. മദീന മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ പച്ചക്കുബ്ബ കൺമുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു കാണുകയാണ്. ആ വെള്ളക്കൊട്ടാരത്തിന്റെ മനോഹാരിത കൽബിന്റെ കണ്ണാടിയിൽ നാം ഇപ്പോൾ ദർശിക്കുകയാണ്. മനസ്സറിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഈ സ്വലാത്തും സലാമും മദീനയിലെത്തുമെന്നുള്ള ഉറപ്പോടെ ഇത് മുത്തനബി നിങ്ങൾ കേൾക്കും എന്ന വിശ്വാസത്തോടെ, അവിടെ നിന്ന് പുഞ്ചിരിയോടുകൂടി ഈ സലാം മടക്കും എന്ന വിശ്വാസത്തോടെ, ഈ രാത്രിയിൽ അവിടുത്തെ പൊരുത്തം ലഭിച്ചവരിൽ നമ്മൾ ഉൾപ്പെടും എന്ന വിശ്വാസത്തോടെ മനസ്സറിഞ്ഞെന്ന് ചൊല്ലാൻ പറ്റുമോ? ഈ സ്വലാത്തിന്റെ കുത്തൊഴുക്കിൽ നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒലിച്ചു പോകണം. നമ്മുടെ കൽബിൽ കറ പിടിച്ച ഹറാമിന്റെ കറുത്ത പാടുകൾ കഴുകപ്പെടണം. നമ്മൾ ആരായാലും എത്ര ഉന്നതരായാലും നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഒറ്റക്കാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പാപങ്ങളിൽ നിന്ന് ഹൃദയത്തെ കഴുകാൻ മനസ്സറിഞ്ഞ് മദീന മുന്നിൽ കണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. സ്വലാത്ത് ഓരോരുത്തരും സ്വന്തമായി ചൊല്ലിക്കോളൂ. സ്വലാത്ത് സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഈ സ്വലാത്തുകൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാകുമോ? ഈ സ്വലാത്തുകൾ റഹ്മത്തിന്റെ മാലാഖമാര് മദീനയിലെത്തിക്കുമോ? അവിടെ നിന്ന് പുഞ്ചിരിയോടുകൂടി മടക്കുമോ? ഈ പാപിയായ അടിമക്ക് അവിടെ നിന്ന് കാരുണ്യം ചൊരിയുമോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവൻ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദേ. അസ്സലാത്തു വസ്സലാമു യാ റസൂൽ. മദീന ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരട്ടെ. കണ്ണടച്ച് തലതാഴ്ത്തി വിനയാന്വിതനായി യാ ഹബീബല്ലാഹ്. മഹ്ശറാ മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി. മഹ്ശറാ മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി. മൗത്തിനേരത്തും ഉമ്മത്തി എന്നോ തോരാണെൻ്റെ വാരിധി. അസ്സലാത്തു
عليك يا رسول الله عليك يا حبيب الله ഇരുളാം ഖബറന്നെ കാത്തിരിപ്പുണ്ട് ഇവനൊരു മയ്യിത്താകും കാലവുമുണ്ട് മുത്തിൻ മദ്ഹല്ലാതെന്തിവർക്കുണ്ട് മുന്തും മദ് പാടി ശിഫയും പൂണ്ട് അസ്സലാത്തു വസ്സലാമു യാ റസൂലല്ലാഹ് വസ്സലാമു യാ ഹബീബല്ലാഹ് ഹൗലിൻ പാനവും നൽകണേ ഞങ്ങൾ സ്വർഗത്തിലൊന്നായി ചേർക്കണേ അതിമോഹമാണൻ നറിയാം തങ്ങളെ കൈപിടിക്കണേ സയ്യിദേ അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു സലാമു യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഈ വിശുദ്ധമായ മജ്ലിസിൽ ഖൽബ് കൊണ്ട് മദീന കണ്ടവർ, പടച്ചവനെ കണ്ണുകൊണ്ട് മദീന കാണാൻ, കണ്ണുകൊണ്ട് തിരുദൂതരുടെ പരിശുദ്ധമായ പ്രകാശം കാണാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ആ പരിശുദ്ധമായ സുവർണകാലത്ത് ജീവിച്ചവരല്ല, അവിടുത്തെ സ്വഹാബിമാരിൽ ഒരാളായി പിറന്നവരല്ല. ആ ഹബീബിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ആ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല, ആ കാലഘട്ടത്തിലോ ആ നാട്ടിലോ പിറവിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഈ ഖൽബിൻ്റെ ഉള്ളിൽ ആ പരിശുദ്ധമായ പൂമുഖം ഞങ്ങൾ താലോലിക്കുന്നത് നാളെ നിന്റെ മുമ്പിൽ അവിടുന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ്. അല്ലാഹുവേ, ആ ശഫാഅത്തിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരിക്കാം. ഇനി ചെറിയൊരു ദുആ നടത്തിയിട്ട് നമ്മൾ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ മജ്ലിസിൽ നമ്മൾ ചെലവഴിച്ച നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നായി അല്ലാഹു കബൂലാക്കട്ടെ. നാളെ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ അമലുകൾ ഇങ്ങനെ ചികഞ്ഞു നോക്കുമ്പോൾ ഈ സദസ്സ് ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ഓർക്കാൻ കഴിയുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു കബൂലാക്കട്ടെ. ഈ സദസ്സിൽ നമ്മുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന ആളുകൾ നാളെ സ്വർഗത്തിലും തൊട്ടടുത്തിരിക്കാൻ അല്ലാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സദസ്സിൽ ശരീരം കൊണ്ടില്ലെങ്കിലും എല്ലാ രീതിയിലും ഇതിനു വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, അല്ലാഹു അവർക്കെല്ലാം ദുനിയാവിലും ആഖിറത്തിലും ഖൈർ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഖൽബിനെ പൂർണ്ണമായി മദീനത്തേക്ക് ചേർത്ത് വെച്ച ആളുകൾക്ക് ആ ഒരു ആത്മീയമായ അനുഭൂതി ലഭിച്ചിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സകല ചിന്തകളും മദീനയിലേക്ക് കേന്ദ്രീകരിച്ചവർ, അവർ ചൊല്ലിയ സ്വലാത്തുകളെക്കാൾ ഇനി ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാൻ കഴിയും എന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ രാത്രിക്ക് ഇരട്ടി മധുരമുണ്ട്. ഇന്ന് റബീഉൽ അവ്വൽ ഒന്നായിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഇന്നിവിടെ ഒന്നായിരിക്കുകയാണ്. അൽഹംദുലില്ലാ. സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു നല്ല തുടക്കമാക്കി തരട്ടെ. സഹോദരങ്ങളെ, സ്വലാത്തുകൾ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ നോമ്പുകൾ, നിസ്കാരങ്ങൾ, ഇതൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അള്ളാഹിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നാം ചീത്ത പറഞ്ഞവർ, നമ്മൾ ഗീബത്ത് പറഞ്ഞവർ, നമ്മെക്കുറിച്ചുള്ള പരാതിയുള്ളവർ, അവരൊക്കെ ആ അമലുകൾ വീതിച്ചു കൊണ്ടുപോകും. എന്നാൽ സ്വലാത്ത് ഒരാൾക്കും അള്ളാഹ് വിട്ടുകൊടുക്കില്ല. എത്ര പരാതിക്കാരുണ്ടായാലും നമ്മൾ ചൊല്ലിയ സ്വലാത്ത് നമുക്കുള്ളതാണ്. അതൊരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലാൻ ഈ സദസ്സൊരു പ്രചോദനമാവണം. അതുമാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ബാക്കിയുണ്ടാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകമായി അറിയിക്കാനുള്ളത്,
ജഷ്നെ മീലാദ് എന്ന പേരിൽ ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി വാണിയന്നൂർ അവറുകളുടെ ഒരു ഇഷ്ക് മജ്ലിസ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ ഓഗസ്റ്റ് 31 നടക്കുന്നുണ്ട്. SKSF അബുദാബി കാഞ്ഞങ്ങാട് മേഖലയാണ് അതിൻ്റെ സംഘാടകർ. എല്ലാ ആളുകളും ആ പരിപാടിയുമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 30-ാം തീയതി ദുബായിൽ വെച്ച് ഗ്രാൻഡ് മീലാദ് കോൺഫറൻസ് ഉണ്ട്. അതിൽ ഇൻഷാ അല്ലാഹ് ഇഷ്ക് മജ്ലിസിൽ ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ ഒരു വാക്ക് പോലും വെറുതെയാവില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് അത് മുത്തുനബി തങ്ങളെക്കുറിച്ചാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വാക്കുകളായതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സദസ്സ് ഏറ്റവും മനോഹരമായ അനുഗ്രഹീതമായ, ഇവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരെക്കാൾ കൂടുതൽ റഹ്മത്തിൻ്റെ മാലാകമാര് തിങ്ങി നിറഞ്ഞ് സ്വലാത്തുകളെ സ്വീകരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവരിക. അത്രമേൽ മനോഹരമായ സദസ്സാണ്. 10,000-കണക്കിനെന്ന് പറയാവുന്ന രീതിയിൽ സ്വലാത്തുകൾ ചൊല്ലിയ വിശുദ്ധമായ രാത്രിയാണ്. അല്ലാഹുവേ, ഈ രാത്രി ഞങ്ങൾക്കൊരു നല്ല തുടക്കമാക്കി തരണേ തമ്പുരാനെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കുവാനും ആ പരിശുദ്ധമായ ഓർമ്മകൾ ഞങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് ചേർത്ത് വെക്കാനും ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നതിനിടയിൽ ഒരല്പനേരമെങ്കിലും മുത്തുനബി തങ്ങളെക്കുറിച്ച് ഓർക്കാനും ഖൽബിനെ ശുദ്ധീകരിക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അതുപോലെ പ്രത്യേകമായി നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സൂചിപ്പിക്കാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിലായി കാസർഗോഡ് കുണിയിൽ വെച്ച് നടക്കുകയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ പ്രവർത്തകരാണ്. അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ്. എല്ലാ ആളുകളും അതിനുവേണ്ടി കാര്യമായി രംഗത്തിറങ്ങണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാവട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഒരു 3 സ്വലാത്ത് നമുക്ക് ചൊല്ലണം. കണ്ണടച്ച് ചൊല്ലാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചൊല്ലാം. പക്ഷേ ആ സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് ഈ മണ്ണിൽ നിന്ന് നമ്മുടെ മനസ്സ് പിന്നെയും ഒരിക്കൽ കൂടി മദീനയിലേക്ക് ചെല്ലണം. എന്നിട്ട് പരിശുദ്ധമായ മദീനത്തെ മസ്ജിദ് നബവിയുടെ മുറ്റത്തിങ്ങനെ നമ്മൾ കൂട്ടമായിരുന്നു ദുആ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ആത്മീയമായ ആനന്ദം? ആ ആനന്ദം ഇവിടെ ഇരുന്നു കൊണ്ട് അനുഭവിക്കാൻ കഴിയും വിധം ഖൽബിനെ മദീനയിലേക്ക് ഒരിക്കൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരൽപ്പം വാക്കുകളിൽ ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കണം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله يا أرحم الراحمين يا رحمن يا رحيم يا غفور يا غفار يا ودود يا لطيف يا ستار يا الله. ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ രാത്രി ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. ഒന്ന് ഇഷ്കിന്റെ സ്വലാത്തിന്റെ മധുരമാണ്, മറ്റൊന്ന് അപ്രതീക്ഷിതമായി പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വന്ന മാധുര്യമാണ്. അല്ലാഹുവേ, ഈ സദസ്സിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ ഇരിക്കുന്ന നേരത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് അവൻ്റെ തെറ്റ് പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവേ, ഈ ഇരിപ്പിടത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്ക് ഞങ്ങളുടെ സകല തെറ്റുകളും പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുള്ളവരുണ്ട്. പടച്ചവനെ, കുടുംബത്തിന് വേണ്ടി ആയിരക്കണക്കിന് കാതങ്ങൾക്ക് അകലെ വന്നുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജോലി എടുക്കുന്നവരാണ്. അല്ലാഹുവേ, ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്, ബറക്കത്തേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹലാലായ മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അതുപോലെ നേരത്തെ ഇവിടെ വായിച്ചു ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുടെ പേരുകൾ പറഞ്ഞു, അവരുടെ മുറാദുകൾ പറഞ്ഞു. എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരിൽ നിന്ന് അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ സകല സവാബും നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബർ ഈ രാത്രിയിൽ നീ പ്രകാശപൂരിതമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ളവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബറിലേക്ക് ഈ രാത്രിയിൽ നീ പ്രകാശം നൽകണേ അല്ലാഹ്. നരകശിക്ഷകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ദാറുൽ ഹുദ എന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ശില്പികൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതാക്കൾ പലരും മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ ആഖിറം വെളിച്ചമാക്കണേ അല്ലാ, അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ദാറുൽ ഹുദയെ കുറിച്ച് പറയുന്ന ഡോക്യുമെൻ്ററി ഇങ്ങനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെ നിഷ്കളങ്കമായ മുഖം ഒരു നിമിഷം ഞങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ മിന്നിമറഞ്ഞു പോയി. പഠിച്ചവനെ, മരണപ്പെടുന്നതിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലും സ്വലാത്തുകൾ ചൊല്ലി കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ദർജ നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രിയപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് പഠിച്ചവനെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് യാത്രകൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഖിദ്മത്തെടുക്കുകയാണ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സകല രോഗങ്ങളിൽ നിന്നും ശിഫ നൽകണേ അല്ലാ. ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഉസ്താദിൻ്റെ സകല രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ ഒരുപാട് ഉസ്താദുമാർ പല നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാം ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹുദവി സഹോദരങ്ങൾ, ഹുദവി കുടുംബങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് ആറടി മണ്ണിനടിയിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. കരൽ പറിച്ചെടുക്കുന്ന വേദനയോടുകൂടി ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരാണ്. ആഖിറം വെളിച്ചമാക്കണേ അല്ലാ. പഠിച്ചവനെ, പരിശുദ്ധമായ ദീനിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. അല്ലാഹുവേ, ഇതിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അബുദാബി ഹാദിയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ മറ്റു രാജ്യങ്ങളിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറിൻ്റെ വഴികൾ തുറന്നു കൊടുക്കണേ റബ്ബേ. അതുപോലെ മറ്റൊരുപാട് സംഘടനകളിലും സംവിധാനങ്ങളിലും ചേർന്നുകൊണ്ട് നിന്റെ ഉമ്മത്തിനു വേണ്ടി, ദീനിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയൊരു ഖിദ്മത്തായി അവരിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على خير وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.